Hey all, welcome back to my channel. Today special അപ്പോൾ ഇന്ന് ഒരു ഈവനിങ് ടു നൈറ്റ് റൊട്ടീൻ എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം 4:25 ആണ്. അപ്പം 4:25 റയൻ സ്കൂളിൽ നിന്ന് വന്നു, കുളിച്ചു, ഭക്ഷണമൊക്കെ കഴിച്ചു. അവന് ചെറിയൊരു കോൾഡ് ഉണ്ട്, മൂക്കൊലിപ്പും ചുമയും ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ താഴേക്ക് കൊണ്ടുപോകുന്നില്ല. അപ്പം ഇന്ന് ആഷ് വെനസ്ഡേ ആണ്, അതുകൊണ്ട് ഞങ്ങൾ പള്ളിയിൽ പോകണം. അപ്പം എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താണ് 1000 സബ്സ്ക്രൈബേഴ്സിൻ്റെ വീഡിയോ കാണും, ഗെറ്റ് ടു നോ മീ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കം ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ദോശയ്ക്ക് മാവ് അരയ്ക്കാനുണ്ട്, പിന്നെ കഴുകി വെച്ച പാത്രം എടുത്ത് വെക്കാനുണ്ട്, പിന്നെ ഇവിടെ കുറച്ച് പാത്രം കഴുകാനുണ്ട്, പിന്നെ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കണം, കറി ഉണ്ടാക്കണം. പിന്നെ ഞങ്ങൾക്ക് നോയമ്പായതുകൊണ്ട് വെജിറ്റേറിയൻ ഫുഡാണ്. പിന്നെ പള്ളിയിൽ പോകണം, അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം ഇനി നമുക്ക് ഓരോ പരിപാടിയായിട്ട് ചെയ്ത് തീർക്കാം. വിരിക്കാനുണ്ട്, പിന്നെ ചെറുതായിട്ടൊന്ന് നീറ്റ് ചെയ്യണം വീട്. റയൻ്റെ ടോയ്സാണ് വീട് മൊത്തം. അപ്പം വലിയ വൃത്തിയായിട്ടൊന്നുമല്ല, ഇച്ചിരി. ആ റൂം പിന്നെ പറയണ്ട, അത് മൊത്തം ടോയ്സും നല്ല വൃത്തികേടാണ്. ഈ റൂമെങ്കിലും 2 റൂമെങ്കിലും ഒന്ന് വൃത്തിയാക്കണം. ബെഡ്റൂം വൃത്തിയാണ്. ഞങ്ങൾ രണ്ടുപേരും മലയാളം പഠിക്കുന്നു. ഇതെന്താണ്? ഇതെന്താ? പഠിത്തമൊന്നും അങ്ങ് ഫുള്ള് കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോഴേക്കും ആളിതാ TV കാണാൻ ചാടി. ഇച്ചിരി അപ്പം അത്യാവശ്യം പറയുന്നുണ്ട്. പിന്നെ അവൻ്റെ കൂടെ ഞാനും ഇരുന്ന് മലയാളം പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കാണിച്ചു തരാം. ഇപ്പം ഞാനും റയൻ്റെ കൂടെ ഇരുന്ന് TV കണ്ട് ഞാൻ വർത്താനം പറഞ്ഞ് പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യും. ഞാൻ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തു. അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിന് ഞാൻ വെള്ളം ചേർക്കാതെ ചുമ്മാ പ്രഷർ കുക്ക് ചെയ്യാൻ പോവാം. ഒരു വിസിൽ മതി, കൂടുതൽ വേണ്ട. അത് കഴിഞ്ഞ് ഒരു വിസിൽ പ്രഷർ കുക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ കറി ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഒരു വിസിൽ വരുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഇതിനാവശ്യമുള്ള പച്ചക്കറിയല്ല, സവോളയൊക്കെ നമുക്ക് ചോപ്പ് ചെയ്ത് വെക്കാം. പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു. ഇനി ഒരു പവറാണ് മാത്രം ബാക്കിയുണ്ട്. അപ്പം ഇനി നമുക്ക് കറിയിലേക്കുള്ള പരിപാടി നോക്കാം. കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് തിളച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ വേണം എനിക്കിനി ചപ്പാത്തിക്ക് മാവ് കഴിക്കാനും ദോശയ്ക്ക് മാവ് അരയ്ക്കാനും ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം നല്ല വൃത്തികേടാണ്. അത് നമുക്ക് ക്ലീൻ ചെയ്യണം ഇച്ചിരി കഴിയുമ്പോൾ. അപ്പോൾ ഞാനൊരു 2 സവോള എടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക്, ഇത് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്ന, പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് ക്രഷ്ഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ എണ്ണ ഒഴിച്ച് ഇച്ചിരി പട്ട, ഗ്രാമ്പ്, ഏലക്ക, ബേ ലീഫ് ഇടണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ചുമ്മാ നമുക്ക് സവോള ഇട്ട് വഴറ്റിയിട്ട് പിന്നെ ഇട്ട് വഴറ്റിയിട്ട് പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഗരം മസാലയും പെപ്പർ പൗഡറും മാത്രം ഇട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ഈ പച്ചക്കറിയും ഇട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് തിളപ്പിച്ചാൽ മതി. അപ്പം ഞാൻ എളുപ്പത്തിന് ഇന്ന് മറ്റേ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ യൂസ് ചെയ്യുന്നത്. അത് ആക്ച്വലി ഞാൻ നിർത്തണം. ഈ ഇടയ്ക്ക് ഇപ്പം വന്നിട്ട് ഞാൻ ഒത്തിരി യൂസ് ചെയ്യുന്നുണ്ട് എളുപ്പമാവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാനിനി ഇത് കടുക് പൊട്ടിച്ചിട്ടൊക്കെ കാണിച്ചു. ഞാൻ സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ആഡ് ചെയ്ത് കൊടുത്തു. ഇത് നല്ലപോലെ ഒന്ന് സോട്ടേ ആവട്ടെ, നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആവണം. സോഫ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം ഞാൻ എന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ റയൻ ഞാൻ പറഞ്ഞല്ലോ ചുമയും മൂക്കൊലിപ്പൊക്കെ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ ചൂടുവെള്ളം ഉണ്ടാക്കി ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കും. അപ്പോൾ അവൻ ചോദിക്കുമ്പോൾ ഇച്ചിരി വെള്ളം മിക്സ് ആക്കിയിട്ടാണെങ്കിലും കൊടുക്കാമല്ലോ. ഇനി ഒന്ന് ആവി പിടിപ്പിക്കണം. പിന്നെ തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ, മറ്റേ മാഗി കോക്കനട്ട് മിൽക്ക് പൗഡർ ഉണ്ടാക്കാനാണെങ്കിലും ഇത് വെള്ളം വേണം. അപ്പം ഞാൻ ഈ സവോള വഴണ്ടുന്ന സമയം കൊണ്ട് ഞാൻ ഈ പാത്രമൊക്കെ ഒരുവിധം ഒന്ന് എടുത്ത് വെച്ചു. ഇപ്പം നമുക്കിതിലൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ
ഓക്കെ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതെല്ലാം ഇതിൻ്റെ ഈ റെസിപ്പിയുടെ ഇത് മെഷർമെൻറ്റ്സും ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിന് നല്ലപോലെ ഈ പച്ചമണം പോകുന്നവരെ നമുക്കൊന്ന് വഴട്ടാം. അത് കഴിയുമ്പോൾ നമുക്ക് ഈ പ്രഷർ കുക്ക് ചെയ്ത് വെച്ച പച്ചക്കറി ഇതിൻ്റെ കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി ഇനി നമുക്ക് ഈ പച്ചക്കറി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊരു 2 മിനിറ്റ്സ് ഈ മസാലയും ഈ പച്ചക്കറികളൊന്നും മിക്സ് ആവാനൊന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ്സ് നമുക്കിതൊന്ന് അടച്ചു വെച്ചോ അല്ലെങ്കിൽ ചുമ്മാ ആണെങ്കിലും വിട്ടാൽ മതി. അപ്പം ഞാനിതിൽ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പോവാം. ഞാൻ വേവിച്ചപ്പോഴും ഉപ്പ് ചേർത്തില്ലായിരുന്നു, അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്താൽ മതി. ഇതൊരു 2 മിനിറ്റ്സ് ഒന്ന് സോട്ടേ ആവട്ടെ. സോട്ടേ ആവാൻ തുടങ്ങിയിട്ട് 2 മിനിറ്റ്സ് ആയി. ഇനി നമുക്ക് ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ 2 കപ്പ് 5 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ പൊടിയും 2 കപ്പ് ചൂടുവെള്ളവും കൂടി ചേർത്തു. ചൂടുവെള്ളമല്ല, ഒരു ലുക്ക് വാം വാട്ടറാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് അവസാനം ഇച്ചിരി പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്കൊന്ന് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെയൊക്കെ പാത്രമൊക്കെ എടുത്ത് വെച്ചു. ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തു. ഇനി എനിക്ക് ചപ്പാത്തിക്ക് ഞാൻ അതിന് പാത്രം എടുത്ത് വെച്ചു. ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കാനും അരി അരയ്ക്കാനുണ്ട്. ഇതെല്ലാം ഒന്ന് കഴുകിയെടുക്കണം. മാവ് അരച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം മാവ് അരയ്ക്കാൻ പോവാണേ. അപ്പം നമ്മുടെ കറി ഒരു 5 to 8 മിനിറ്റ്സ് ആയിട്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാനിനി മാവ് ഇതേ പകുതി അരച്ചു, ഇനി ബാക്കിയും കൂടി അരയ്ക്കാനുണ്ട്. അപ്പോൾ ഇനി ഞാനിതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാൻ പോവാം. എന്നിട്ട് ഒരു 2 മിനിറ്റ്സ് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഓഫ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾ കറി റെഡിയാവും. ക്വാണ്ടിറ്റിയും ഇൻഗ്രീഡിയൻസിന് വേണ്ടിയിട്ട് ഞാനിനി മാവ് അരയ്ക്കട്ടെ. പകുതി അരച്ചിട്ടുള്ളൂ. ഇനി ഞാൻ പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തു. ഇനി ഒരു 2 മിനിറ്റ്സ് ഇതൊന്ന് ഇങ്ങനെ തുറന്ന് വെച്ച് നമുക്ക് തിളപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കറി റെഡി. ഇഡ്ഡലി ദോശ മാവ് റെഡിയായി. അപ്പം ഞാൻ എപ്പോഴും ഇത് എടുത്ത് വെക്കും. രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇച്ചിരിയും കൂടി വേറെ പാത്രത്തിലാക്കിയിട്ട് എടുത്ത് വെക്കും. അപ്പം അതങ്ങ് റെഡിയായി. നമ്മുടെ കറിയും റെഡിയായി. ഇനി ഇവിടെ ഇതും പിന്നെ പാത്രം കുറച്ചും പിന്നെ ചപ്പാത്തിക്കും കൂടി മാവ് കുഴച്ചാൽ ഇവിടുത്തെ പരിപാടി തീരും. ക്ലീനിങ് ഉണ്ടാവും. എന്ത് വൃത്തിയായിട്ട്. ആക്ച്വലി ഇത് ഈ ബ്രൗൺ കളറില്ലേ, ഇത് ഞങ്ങൾ വന്നപ്പോൾ മുതൽ അതെങ്ങനെ തന്നെയല്ലേ, അത് നമ്മൾ എന്ത് ചെയ്തിട്ടും പോകത്തൊന്നുമില്ല എന്ന് തോന്നുന്നു. അത് റിമൂവ് ചെയ്തും റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്യാനും പറ്റത്തില്ല. ഇത് വരെ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇച്ചിരി ലിക്വിഡ് സോപ്പും ഡെറ്റോളും വെള്ളവും കൂടി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മാവ് കുഴച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് വൃത്തിയാക്കും. അടുക്കളയിൽ നിന്ന് വന്നിട്ടേ എന്തൊരു സുഖം ഫാനിൻ്റെ അടിയിലിരിക്കുമ്പോൾ. അപ്പോൾ ഓക്കെ, ഇനി നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഈവനിങ് റൊട്ടീൻ എങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്, പിന്നെ രാത്രി എന്താണ് കഴിക്കാറുള്ളത്, ചോറാണോ ചപ്പാത്തിയാണോ അതോ വേറെ ഫുഡ് ഐറ്റംസൊക്കെയാണോ? ഞാൻ നോക്കിയിട്ട് എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നത് ചപ്പാത്തി തന്നെയാണ്. അതിങ്ങനെ ഉണ്ടാക്കി ഒരു ശീലമായി. ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചിട്ട് ഇച്ചിരി ഒന്ന് വീട് വൃത്തിയാക്കണം. അവനിനി സമ്മതിക്കുമെന്നറിയില്ല. ലിവിങ് റൂം ഒന്ന് കാണണം, നല്ല രസത്തിലായിരിക്കുന്നേ. എൻ്റെ ഹസ്ബൻഡ് വരുന്നതിന് മുന്നേ. അപ്പോൾ ടെൽ മീ വാട്ട് യു പീപ്പിൾ അപ്പ് ടു, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും ഇങ്ങനെ കമൻസൊക്കെ ഇടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെയൊക്കെ കാണണമെന്നൊക്കെ ആഗ്രഹം തോന്നാറുണ്ട്. പിന്നെ ചാറ്റ് ചെയ്യണമെന്നോ കാണാമെന്നോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. ഇത്രയും പെട്ടെന്ന് തന്നെ ഞാനിങ്ങനെ ഞാനിങ്ങനെ ഓരോ യൂട്യൂബിൽ ഓരോ ആൾക്കാരിങ്ങനെ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കേ പിന്നെ ഇങ്ങനെയൊക്കെ തോന്നുവാന്ന്.
പക്ഷെ ശരിക്കും നമ്മളങ്ങ് സ്റ്റാർട്ടായി ഇങ്ങനെ കമൻറ്റ് ചെയ്ത് എപ്പോഴും ചാറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുന്ന ചില ആൾക്കാരായിട്ട് നമുക്ക് ഭയങ്കര ഒരു അടുപ്പം തോന്നാറുണ്ട്. നമ്മൾ കണ്ടിട്ടില്ല, എവിടെയാണ് അങ്ങനെ ഒന്നും അറിയത്തില്ല, എന്നാൽ പോലും ഒരു എന്തോ ഒരു ക്ലോസ്നെസ്, എന്തോ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? പിന്നെ നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയട്ടോ. എനിക്ക് ഐ വിൽ ബി വെരി ഹാപ്പി. ഇങ്ങനെ കമൻറ്റ്സ് വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരുപാട് സന്തോഷവും ഒരുപാട് എന്നാ മോട്ടിവേറ്റഡും ഒരു കോൺഫിഡൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ പറ്റുന്നതും കമൻറ്റ്സ് ഇട്. അപ്പോൾ ഞാൻ ഫോണൊന്ന് ചാർജ് ചെയ്യാൻ വെക്കട്ടെ. മനസ്സിലാവും തോന്നുന്നു. ഇതൊക്കെ ക്ലീൻ ചെയ്തു, ചപ്പാത്തിക്ക് മാവും കുഴച്ചു. ഇനി ഇത് നാളെ രാവിലത്തേക്ക്, ഇത് ഫ്രീസറിൽ വെച്ച പാലാണ്. അപ്പോൾ നാളെ രാവിലത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ എടുത്ത് വെളിയിൽ വെക്കും. അത് കഴിഞ്ഞിട്ട് എടുത്ത് താഴെ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ചിട്ട് ആ തണുപ്പ് മാറിക്കഴിയുമ്പോൾ ഞാൻ എടുത്ത് താഴെ ഫ്രിഡ്ജ് വെക്കും. അതുപോലെ ഫിഷ് രാവിലെ വറുത്ത് കൊടുത്തു വിടാനാണ്. അപ്പോൾ ഇനി തുണി വിരിക്കാനുണ്ട്. പിന്നെ അവിടെ കണ്ട ഒരാൾ ഉടുപ്പൊന്നും ഇല്ലാതെ TV കണ്ടുകൊണ്ട് കിടപ്പുണ്ട്. വീടൊക്കെ വൃത്തിയാക്കി. ഇനി തുണി മാത്രം വിരിക്കണം, തുണി മടക്കണം. ഞാൻ 2 എടുത്തിട്ടുണ്ട്. ഇനി തുണി മടക്കണം. കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. കമൻസിൽ എന്തെങ്കിലുമൊക്കെ ഇടണേ. സത്യം ഞാൻ പിന്നെയും പറയുന്നത്, കമൻസിൽ ഇടുമ്പം ശരിക്കും എനിക്ക് ആ കമൻസ് വായിക്കാൻ തന്നെ നല്ലതോ ചീത്തയോ എന്താണെങ്കിലും ഓക്കെ. പക്ഷെ ആ കമൻസ് വായിക്കുമ്പോൾ ഭയങ്കര ഒരു എനർജി, ഒരു മോട്ടിവേഷൻ, ഒരു കോൺഫിഡൻസ്, പിന്നെ ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്നുണ്ട് നിങ്ങളോട്. എല്ലാവരോടും എന്തോ ഒരു അടുപ്പം തോന്നുന്നു. പിന്നെ എന്തൊക്കെ വീഡിയോസാണ് ഇനി വേണ്ടതെന്ന് പറയണേ. എന്ത് ടൈപ്പ് ഓഫ് വീഡിയോസാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് പറയണം. അപ്പോൾ പ്ലീസ് എന്തെങ്കിലും പറയണം കമൻറ്റ് സെക്ഷനിൽ പ്ലീസ്. ഞാൻ പിന്നെയും പറയുകയാണ്, എന്തെങ്കിലും പറയുക. അപ്പോൾ കുറച്ച് നേരം ഇരുന്നിട്ട് ഇനി തുണിയൊക്കെ വിരിച്ചിട്ട് മടക്കിയൊക്കെ വെച്ചിട്ട് പിന്നെ ഹസ്ബൻഡ് വന്നു കഴിഞ്ഞിട്ട് പള്ളിയിൽ പോകണം. പിന്നെ വന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചിട്ട് കിടന്നുറങ്ങണം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈവനിങ് ടു നൈറ്റ് റുട്ടീൻ തീരുവാണ്. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു, ഞങ്ങളിനി കഴിക്കാൻ പോവാം. അപ്പോൾ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.